ഐഡിയസ് ഇന്ന് നമ്മൾ 60/2025 കേരള PSC നടത്തിയിട്ടുള്ള മലയാളം PYQയിലേക്കാണ്. എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ഇനി നമ്മുടെ മുൻപിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ള എക്സാം ആണ് അല്ലേ, VFA, ബെവ്കോ, LD, അതുപോലെ ദേവസ്വം ബോർഡ് എക്സാമുകൾ, അപ്കമിങ് ഓൾ ലെവൽ എക്സാംസ്, LDC, LGS ഒക്കെ വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ എന്താണ്, നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമന്റുകൾ രേഖപ്പെടുത്തുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ SCRT ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓരോ പരീക്ഷയെയും മുൻനിർത്തിക്കൊണ്ട് ജനറൽ നോളജ് വിഭാഗത്തില് കേരള ഹിസ്റ്ററി SCRT പുതിയതും പഴയതും കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്കൂൾ ബുക്ക് അങ്ങനെ വായിച്ചിട്ട് പഠിപ്പിക്കലല്ല, അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങോട്ടേക്ക് എടുത്ത് നിങ്ങൾക്ക് റിവിഷൻ പോലും നല്ല രീതിയിൽ എളുപ്പത്തിൽ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കംപ്ലീറ്റ് ആകാനായിട്ട് നിൽക്കുന്നു. ഓക്കെ, അതേപോലെ കേരള ഹിസ്റ്ററിയിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുടെ അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളും അതും അനുബന്ധ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2025 മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അത് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ പോകണം. അങ്ങനെ ഓരോരോ സബ്ജക്ട് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തീർത്തു വരികയാണ് കേട്ടോ. എല്ലാം കണ്ടിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. 71 അല്ലേ, ഇതിൽ 71 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഐക്യകണ്ഠേന. നമ്മളത് പറയുന്ന സമയത്തും അതേ പ്രൊനൗൺസിയേഷനോട് കൂടിയിട്ട് പറയുക കേട്ടോ. ഐക്യകണ്ഠേന, ഐക്യകണ്ഠേന. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഡി ആണ് കേട്ടോ. ഐക്യകണ്ഠേന. ക്യ എന്നുള്ള ഒരു ഇത് വരരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉള്ളൊരു ഓപ്ഷൻ വരരുത്. ഓക്കെ ആണോ? ഏകകണ്ഠേന അങ്ങനെ പറയില്ല അല്ലെ. അപ്പൊ ഐക്യകണ്ഠേന അതാണ് ശരിയായിട്ടുള്ള വാക്ക്. ഇനി ശരിയായിട്ടുള്ള കുറച്ച് പദങ്ങൾ നമുക്കൊന്ന് പ്രീവിയസ് ആയിട്ടുള്ളതും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പഠിച്ചു നോക്കുക കേട്ടോ. അഞ്ജനം എങ്ങനെ എഴുതുക? അഞ്ജനം. അഞ്ജനം എങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ അഞ്ജനം ഇങ്ങനെയാണ് എഴുതുക അല്ലെ. അഞ്ജലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ജലി എങ്ങനെ എഴുതും? അഞ്ജലി. കണ്ടോ? അഞ്ജലി. അങ്കജൻ എങ്ങനെ എഴുതും? അങ്കജൻ. അങ്കജൻ. ഈ ജായാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മറ്റേ അച്ഛൻ എന്നുള്ള ചായയിലേക്ക് പോകും. അങ്കജൻ. അംഗവൈകല്യം. അംഗവൈകല്യം. കണ്ടോ? അംഗവൈകല്യം ഇങ്ങനെയാണ് എഴുതുക അല്ലെ. അംഗച്ഛേദം എങ്ങനെ എഴുതും? അംഗച്ഛേദം. അംഗച്ഛേദം. കണ്ടോ? അംഗച്ഛേദം. അപരാധി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ തായാണ് ഇവിടെ കൺഫ്യൂഷൻ വരിക കേട്ടോ. താ ഇടും, നമ്മുടെ നോർമൽ താ എന്ന് പറഞ്ഞിട്ട് ഇടും. ഓക്കെ, ഇതല്ല ആൻസർ കേട്ടോ. ഏതാണ്? അപരാധി എന്നാണ് ശരിയായിട്ടുള്ളത്. അപേക്ഷകൻ അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, അത് എഴുതാൻ പറ്റും. അങ്കുശി. അങ്കുലി. അങ്കുശി എങ്ങനെ എഴുതും? അങ്കുശി ഏതാണ്? ഈ കായാണ് കേട്ടോ. അങ്കുശി. ഓക്കെ. അങ്കുലി. അങ്കുലി. കണ്ടോ? അങ്കുലി ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അഞ്ജനം ശ്രദ്ധിക്കണേ. അഞ്ജനം. അഞ്ജലി. ഞാൻ ആണ് ഫസ്റ്റ് വരേണ്ടത്, എന്നിട്ട് വേണം ജ വരാൻ. അങ്കജൻ ഈ ജായാണ്. അംഗവൈകല്യം ഈ ഘായാണ്. അംഗച്ഛേദം കണ്ടോ? ഈ ഘായാണ്. ഈ ദായാണ് അപരാധി. അങ്കുശി ഈ ഗായാണ് അല്ലേ. പങ്കായം എന്നില്ലേ ഗായാണ്. അങ്കുലി ഈ ഘായാണ്. ഓക്കെ ആണോ? ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. 4 ഓപ്ഷൻ കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇതില് റിപ്പീറ്റേഷൻ വരാതെയുള്ള കറക്റ്റ് ആയിട്ടുള്ള വാക്ക് നോക്കൂ കേട്ടോ. എ ആണ് ആൻസർ വരുന്നത്. സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. കണ്ടോ? ഇവിടെ കറക്റ്റ് വന്നുകൊണ്ട് സാമുദായികവും സാംസ്കാരികവുമായ. കണ്ടോ? കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വന്നു അല്ലെ. ഇവിടെ നോക്ക്. സാമുദായിക പരവും സാംസ്കാരിക പരവുമായ. എന്തിനാ ഇവിടെ പരവും? വേണ്ട, റിപ്പീറ്റേഷൻ വേണോ? വേണ്ട. സാമുദായിക പരവും സാംസ്കാരിക പരവും അല്ലേ. ആ വാക്ക് തന്നെ ശരിയല്ല. അതേപോലെ തന്നെയാണ് കണ്ടോ. സാമുദായിക പരവും സാംസ്കാരികവുമായ. ഇവിടെ രണ്ടും മാറിയില്ലേ. ഇത് രണ്ടും രണ്ടായി മാറി.
ഇവിടെ നോക്ക്, അതേപോലെ സമുദായപരവും സാംസ്കാരിക പരവും എന്നുള്ള വാക്ക് വരേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഈ പരവും എന്ന വാക്ക് തന്നെ എന്താണ്? വേണ്ടാത്ത വാക്കുകളാണ്. അപ്പോ സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എ ആണ്. 1ഉം 3ഉമാണ്. പിപാസ, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണ് എന്ത്? പിപാസ. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അപ്പൊ പിപാസ എന്ന് അറിയാമെന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൻസർ ഇത് പെട്ടെന്ന്, മറ്റേ 3 പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിപാസ, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എന്നറിയുന്ന വ്യക്തിക്ക് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ഓപ്ഷൻ. അപ്പോ 1 എന്തായാലും ആൻസറിൽ ഉണ്ടാകണം. ഇതിലൊന്നുണ്ടോ? ഇല്ല. ഇതിലൊന്നുണ്ടോ? ഇല്ല. അപ്പോ ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ പഠിച്ചാലോ? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ. എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ? അതിന് എന്താ പറയാ? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മനെ പൂർവസ്മരണ എന്ന് പറയും, ഇല്ലേ? എന്താണ്? പൂർവസ്മരണ. ഊർജമുള്ളവൻ ആരാണ്? ഊർജമുള്ളവൻ. അതിനെ ഒറ്റപ്പദമാക്കൂ. ഊർജമുള്ളവൻ എന്ത് പറയുക? ഊർജസ്വി, ഇല്ലേ? ഊർജസ്വി. ഓക്കെ. നിയോഗിക്കുന്നവൻ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിയോഗിക്കുന്നവൻ ആരാണ്? നിയോക്താവാണ്, അല്ലെ? നിയോഗിക്കുന്നവൻ നിയോക്താവാണ്. ക്ഷമിക്കാൻ കഴിയാത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ഷമിക്കാൻ കഴിയാത്തത് എന്താണ്? അക്ഷന്തവ്യമാണ്. അക്ഷന്തവ്യം. പഠിക്കണേ, എല്ലാം പഠിപ്പിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ക്ഷമിക്കാൻ കഴിയാത്തത് എന്താണ്? അക്ഷന്തവ്യമാണ്. സർവസംഘ പരിത്യാഗി. എന്താണ് ഒറ്റപ്പദം വരിക? സർവസംഘ പരിത്യാഗി. പരിവ്രാജകൻ, അല്ലേ? ആരാണ്? പരിവ്രാജകൻ അല്ലെങ്കിൽ സന്യാസി. അതായത് സർവസംഘവും എന്ത് ചെയ്തിരിക്കുകയാണ്? പരിത്യാഗം ചെയ്തിരിക്കുന്ന ആളാണ് ആര്? സന്യാസി എന്ന് പറയുന്നത്. ഇനി ഒഴിച്ചുകൂടാനാവാത്തത്. എന്താ എന്തായിരിക്കും ഒറ്റപ്പദം? ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. വിവാഹത്തെ സംബന്ധിച്ചത് എന്താ? വൈവാഹികമാണ് കേട്ടോ. വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം. എന്തും സഹിക്കാനുള്ള ശക്തി. നമ്മൾ പറയില്ല ഭയങ്കര സഹനശക്തിയാണ് എന്ന് പറയില്ലേ? എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി. നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്താണ്? അനിയന്ത്രിതമാണ്. ഇനി പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് എന്താ? പ്രായോഗികമാണ്. പലതായിരിക്കുന്ന അവസ്ഥ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പലതായിരിക്കുന്ന അവസ്ഥ എന്തുവരും? ജ്ഞാനാത്വം. ഓക്കെ. ഇനി അതിഥിയെ സ്വീകരിക്കുന്നവൻ ആരാ? ആതിഥേയനാണ് കേട്ടോ. അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയനാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ്? ഉടനീളം, അല്ലെ? തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്താ പറയുക? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മ ഒറ്റപ്പദം പൂർവസ്മരണ. ഊർജമുള്ളവൻ ഊർജസ്വി. നിയോഗിക്കുന്നവൻ നിയോക്താവ്. ക്ഷമിക്കാൻ കഴിയാത്തത് അക്ഷന്തവ്യം. സർവസംഘ പരിത്യാഗി പരിവ്രാജകൻ അല്ലെങ്കിൽ സന്യാസി. വിഹായസിൽ ഗമിക്കുന്നത് എന്താ? വിഹഗമാണ്. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം. എന്തും സഹിക്കാനുള്ള ശക്തി എന്താണ്? സഹനശക്തിയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതമാണ്. പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികമാണ്. പലതായിരിക്കുന്ന അവസ്ഥ ജ്ഞാനാത്വം.
നാനാത്വം. അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയനാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം. എന്നവയിൽ ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഉദകമാണ് കേട്ടോ. സലിലം ജലമാണ്, സിന്ധു ജലമാണ്, വാരി ജലമാണ്. സലിലം ജലം, സിന്ധു ജലം, വാരി ജലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ പഠിക്കാം കേട്ടോ. നാണം, നമ്മൾ പറയും നാണമാണ് പറയും അല്ലേ. നാണത്തിന് പര്യായ പദങ്ങൾ വേറെ എന്തൊക്കെ പറയാം? നമ്മൾ ലജ്ജ പറയും അല്ലേ, ലജ്ജ എന്ന് പറയും. അതുപോലെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വ്രീള ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വ്രീള പറഞ്ഞാൽ നാണമാണ്. അതുപോലെ ത്രഭ നാണമാണ് കേട്ടോ. ലജ്ജ, വ്രീള, ത്രഭ ഇതൊക്കെ എന്താ? നാണത്തിന് പര്യായ പദങ്ങളാണ്. നമ്മൾ തേര് എന്ന് പറയില്ലേ, തേര്, തേരിന് എന്തൊക്കെയാ പര്യായ പദങ്ങൾ വരിക? തേരിന് അത് നമ്മൾ കോമൺ ആയിട്ട് ഒന്ന് പറയും, രഥം എന്ന് പറയും അല്ലെ. പിന്നെ വേറെ എന്തൊക്കെ പറയും? സിന്ധനം എന്ന് പറയും. എന്താണ്? സിന്ധനം. ഓക്കെ. പിന്നെ ചക്രയാനം. നമുക്ക് രഥം പറയുമ്പോൾ ചക്രം ഉണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനെ ചക്രയാനം കണക്ട് ചെയ്യാം. രഥം നമുക്ക് കോമൺ ആയിട്ട് അറിയാം. കൂടെ എന്ത് പഠിച്ചു വെക്കുക? സിന്ധനം എന്നും കൂടി പഠിച്ചു വെക്കുക. സിന്ധനം തേര്. അഹങ്കാരം, അഹങ്കാരത്തിന്റെ പര്യായ പദങ്ങൾ ആർക്കാ ഇല്ലാത്തത് അല്ലെ? അഹങ്കാരം എന്താണ്? ഗർവ് അല്ലെ, ഗർവ് അത് നമുക്കറിയാം. പിന്നെ എന്താ പറയുക? ഔദത്യം. ഔദത്യം എന്ന് പറഞ്ഞാലും എന്ത് വരും? എന്ത് വരും? അഹങ്കാരം എന്ന് വരും. ഔദത്യം, അഹങ്കാരം. മതം അഹങ്കാരമാണ്. ഗർവ്, ഔദത്യം, മതം അഹങ്കാരത്തിന് പര്യായ പദങ്ങളാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് അല്ലെ, ആഹാരത്തിന് എന്തൊക്കെ പര്യായ പദങ്ങളാണ്? ഭോജനം അല്ലെ, ഭോജനം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അശനം, അശനം ആഹാരമാണ്. അശനം. പിന്നെ അന്നം അല്ലെ, അന്നം. അശനം, അശനം, അശനം ആഹാരം. ഓക്കെ. ആയുധം, ആയുധത്തിന് എന്തൊക്കെയാണ്? ആയുധം, ആയുധം പ്രഹരണം ആയുധമാണ് കേട്ടോ, പ്രഹരണം. പിന്നെ ശസ്ത്രം, ശസ്ത്രം ഹേതി ആയുധമാണ്. ഹേതി പ്രഹരണം, ശസ്ത്രം, ഹേതി ആയുധത്തിന് പര്യായ പദങ്ങളാണ്. ഗുഹ, ഗുഹയില് ഗുഹ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഗുഹയ്ക്ക് എന്തൊക്കെ പറയാം? ബിലം ഗുഹയാണ്, ബിലം ഗുഹയാണ്. ഗഹ്വരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗുഹയാണ്, ഗഹ്വരം. കുഹരം, ഗുഹ കുഹ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ, കുഹരം. പിന്നെ ദരി, ദരി. ഓക്കെ. ഇനി നമ്മൾക്ക് വില്ലില്ലേ, വില്ല്, അമ്പും വില്ലും എന്ന് നമ്മൾ പറയും അല്ലെ. വില്ലിന് എന്തൊക്കെയാ പറയുക? ധനുസ്, ധനുസ്. ചാപം, ചാപം. കോദണ്ഡം, എന്താണ്? കോദണ്ഡം. കാർമുഖം, കോദണ്ഡം, കാർമുഖം ഇതൊക്കെ വില്ലിന് പര്യായ പദങ്ങളാണ് കേട്ടോ. ഇനി അതേപോലെ കണ്ണാടിയില്ലേ, കണ്ണാടി, കണ്ണാടിക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ പറയാം? കണ്ണാടിക്ക് നമ്മൾ കോമൺ ആയിട്ട് പറയും ദർപ്പണം അല്ലെ, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ മുകുരം, മുകുരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കണ്ണാടിയാണ്. അതുപോലെ സ്ഫടികം കണ്ണാടിയാണ്. സിനിമ സ്ഫടികത്തിലെ അത് ആലോചിക്കാട്ടോ, സ്ഫടികം. ആദർശം, ആദർശം കണ്ണാടിയാണ് അല്ലെ, കണ്ണാടിക്ക് ദർപ്പണം, സ്ഫടികം, മുകുരം, ആദർശം. ഓക്കെ ആണോ? ഇനി നക്ഷത്രത്തിന് എന്തൊക്കെ പറയാം നമുക്ക്? നക്ഷത്രത്തിന് എന്തൊക്കെ പര്യായ പദങ്ങൾ പറയാം? താരം, താരകം അല്ലെ, താരം, താരകം. പിന്നെ എന്തൊക്കെ പറയാം? ഉഡു അല്ലെ, ഉഡു എന്ന് പറഞ്ഞാലും നക്ഷത്രമാണ്. വൃക്ഷം നക്ഷത്രമാണ് കേട്ടോ, വൃക്ഷം പറഞ്ഞാലും നക്ഷത്രമാണ്. എങ്കിൽ നമുക്ക് വൃക്ഷം എന്തൊക്കെ പര്യായ പദങ്ങൾ പഠിക്കാം? വൃക്ഷം, വൃക്ഷം, വൃക്ഷത്തിന് പാദപം എന്ന് പറയും. എന്താണ്? പാദപം എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. ദ്രുമം വൃക്ഷമാണ്. വിടബി വൃക്ഷമാണ്. വിടബി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിടബി വൃക്ഷമാണ്. നമ്മൾ കരയാറുണ്ട് അല്ലെ, നമ്മൾ കരയും അല്ലെ, കരച്ചില് അല്ലെ. കരച്ചിലിന് നമുക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ പറയാം? കരച്ചിലിന് ക്രന്ഥനം എന്ന് പറയാം. എന്തൊക്കെയാണ്? ക്രന്ഥനം. പിന്നെ എന്തു പറയും? രോധനം. ഓൾറെഡി ഒരു രോധനം കണ്ട അല്ലെ, രോധനം കരച്ചിലാണ്. വിലാപം കരച്ചിലാണ്. ക്രന്ഥം
ക്രന്ദം, ക്രന്ഥനം, രോദനം, വിലാപം കരച്ചിലിന് പര്യായ പദങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പര്യായ പദങ്ങളാണ് ഇപ്പൊ പഠിച്ചത്? നാണം പഠിച്ചു, ലജ്ജ, വ്രീള, ത്രപ. കണ്ട, ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പരിചയപ്പെടും, കൂടെ എന്താണ് മുൻകാല ചോദിച്ച ചോദ്യങ്ങളും പരിചയപ്പെടും. നാണം, ലജ്ജ, വ്രീള, ത്രപ. ലജ്ജ, വ്രീള, ത്രപ. ലജ്ജ, വ്രീള, ത്രപ. ഇനി തേരിന് എന്തൊക്കെ പറയും? രഥം, പിന്നെന്താ? സിന്ധനം, ചക്രയാനം. സിന്ധനം, ചക്രയാനം ഒക്കെയാണോ? ഇനി അഹങ്കാരത്തിന് എന്തൊക്കെ പറയാം? ഗർവ് അല്ലെ? ഗർവ്. ഔദ്ധത്യം, മതം. ഔദ്ധത്യം പറഞ്ഞാൽ അഹങ്കാരമാണ്. ആഹാരത്തിന് ഭോജനം, അശനം. ഇത് നോട്ടിനെ. അന്നം. ആയുധത്തിന് പ്രഹരണം, ശാസ്ത്രം, ഹേതി. ഗുഹയ്ക്കോ? ബിലം, ഗഹ്വരം, കുഹരം, ദരി. എന്താണ്? ദരി. വില്ലിനോ? ധനുസ്, ചാപം, കോദണ്ഡം, കാർമുഖം. ഇതൊക്കെ വില്ലിന് പര്യായ പദങ്ങളാണ്. കരച്ചില് അല്ലെ? ക്രന്ദനം, ക്രന്ദം, ക്രന്ദനം. രോദനം, വിലാപം. കണ്ണാടിക്ക് ദർപ്പണം, സ്ഫടികം, മുകുരം, ആദർശം. നക്ഷത്രത്തിന് താരം, താരകം. ഉഡു, വൃക്ഷം. വൃക്ഷത്തിന് പാദപം, തരു, ദ്രുമം, വിടവി. ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങളാണ്? വൃക്ഷത്തിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ജലത്തിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? സലിലം, സിന്ധു, വാരി. അടുത്തത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് വരിക? ഏറ്റവും ആധുനികമായ. ഏറ്റവും ആധുനികമായ എന്നാണ് അർത്ഥം വരുന്നത്. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വരിക? പുരോഗതി ഇല്ലായ്മ അല്ലെ? പുരോഗതി ഇല്ലായ്മയാണ് വഞ്ചി ഇപ്പോഴും. അതായത് പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും പുരോഗതി ഇല്ലായ്മ എന്ന അർത്ഥത്തിലാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ശൈലികൾ നോക്കാം. എല്ലാം പ്രീവിയസ് ആണ്, പറയാൻ പോകുന്നത് എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ശ്ലോകത്തിൽ കഴിക്കുക എന്ത് വരും? ഇതൊക്കെ ചെയ്തു നോക്ക് നിങ്ങള്. ശ്ലോകത്തിൽ കഴിക്കുക എന്ത് വരും? ഇത് അറിയാവുന്നവരൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. എന്തായിരിക്കും ഇതിന്റെ ശൈലി? മുട്ടുശാന്തി. മുട്ടുശാന്തി. ചൊട്ടിയിലെ ശീലം ചുടല് വരിക, അത് നമുക്കറിയാം അല്ലെ? ബാല്യകാല ശീലം അത് നമുക്ക് മാർക്കില്ല അല്ലെ? ആനവായിൽ അമ്പഴങ്ങ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആനവായിൽ അമ്പഴങ്ങ. വെട്ടൊന്ന് മുറി രണ്ട്. വെട്ടൊന്ന് മുറി രണ്ട് എന്ത് വരും? ഇതിൽ എത്ര എണ്ണത്തിന് ആൻസർ കിട്ടി നിങ്ങൾക്ക്? ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്? ചുരുക്കി പറയുക. ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി. എന്താണ്? വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ, വിചാരിച്ചത് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ. ഇനി എന്താ മുട്ടുശാന്തി? മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം. താൽക്കാലിക പരിഹാരമാണ് മുട്ടുശാന്തി. ആനവായിൽ അമ്പഴങ്ങ. എന്താണ് ആനവായിൽ അമ്പഴങ്ങ? എന്താണ്? ചെറിയ നേട്ടം അല്ലെ? ചെറിയ നേട്ടം. ധാരാളം വേണ്ടിടത്ത് അല്ലെ? അല്പം മാത്രം. ചെറിയ നേട്ടം, ധാരാളം വേണ്ടിടത്ത്. ധാരാളം വേണ്ടിടത്ത് എന്താണ്? അതായത് ചെറിയ നേട്ടം എന്ന് ഒറ്റതിൽ പറയാം കേട്ടോ. ആനവായിൽ അമ്പഴങ്ങ. ആനന്റെ വായി വലുത്, അതിലൊരു അമ്പഴങ്ങ ഇട്ട് അതിൽ എന്തുണ്ടാവും? വല്ലതും അറിയോ? ഇല്ല. അപ്പൊ ഒരു ചെറിയ നേട്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? അപ്പൊ പിന്നെ വേറെന്ത് പറയാം? ധാരാളം വേണ്ടിടത്ത് അല്പം മാത്രം, അങ്ങനെയും പറയാം. അതൊക്കെ എന്താണ്? ആനവായിൽ അമ്പഴങ്ങയുടെ ശൈലികളാണ്. വെട്ടൊന്ന് മുറി രണ്ട്. എന്താ? ഖണ്ഡിത മറുപടി. ഖണ്ഡിത മറുപടി പ്രീവിയസ് ആണ് കേട്ടോ. ഖണ്ഡിത മറുപടി.
അടുത്തത് പിരിച്ചെഴുത്താണ്. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിദ്യുത് ശക്തി പിരിച്ചെഴുതുന്നത് വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് കേട്ടോ, വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. നമുക്ക് കുറച്ച് പിരിച്ചെഴുതി നോക്കാം. പുനരധിവാസം പിരിച്ചെഴുതി നോക്കൂ കേട്ടോ, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണേ. പുനരധിവാസം, എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാം. പുനരധിവാസം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ആൻസർ വരട്ടെ നോക്കി എക്സാം ഹാളിൽ ഇതേപോലെ ആകും കേട്ടോ. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. പുനരാക്രമണം, പുനരധിവാസം, പുനരാക്രമണം. ഒന്ന് പിരിച്ചെഴുതിക്കേ. പുനരുത്പാദനം, പുനരുത്പാദനം. ഉല്ലാസം എങ്ങനെ പിരിച്ചെഴുതും? ഉല്ലാസം. അത്യാപത്ത്, അത്യാപത്ത്. അഭ്യർത്ഥന, അഭ്യർത്ഥന. പ്രത്യേകം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രത്യേകം എങ്ങനെ പിരിച്ചെഴുതാന്നുള്ളത്? പ്രത്യേകം പിരിച്ചെഴുതിക്കേ. ഓക്കെ, പുനരധിവാസം എങ്ങനെ നിങ്ങൾ എഴുതിയത്? പുനർ പ്ലസ് പുനർ അധികം അധിവാസം അല്ലെ? പുനർ അധികം അധിവാസം. ഓക്കെ, പുനരാക്രമണം എങ്ങനെ പിരിച്ചെഴുതും? പുനർ അധികം ആക്രമണം. ആക്രമണമല്ല, ആക്രമണം. അങ്ങനെയാണ് പുനരാക്കണ്ട, ദീർഘമില്ല ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെയും ആ എന്ന് വന്നത്. പുനർ പ്ലസ് ആക്രമണം, പുനരാക്രമണം. ഇനി എന്താണ്? പുനരുത്പാദനം. അതും എങ്ങനെയാണ്? പുനർ അധികം ഉത്പാദനം. ഉല്ലാസം, ഉല്ലാസം എന്താണ്? ഉല്ലാസം പിരിച്ചെഴുതുന്നത് ഉത് പ്ലസ് ലാസമാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഉല്ലാസം പിരിച്ചെഴുതുന്നത് ഉത് പ്ലസ് ലാസം, ഉല്ലാസം. അത്യാപത്ത്, അത്യാപത്ത് എന്താണ്? അധി പ്ലസ് ആപത്ത്, അധി പ്ലസ് ആപത്ത്, അത്യാപത്ത്. ഇനി അഭ്യർത്ഥന, അഭ്യർത്ഥന എന്താണ്? അഭ്യർത്ഥന എങ്ങനെ പിരിച്ചെഴുതുന്നു? അഭി, അഭി പ്ലസ് അർത്ഥന, അഭി പ്ലസ് അർത്ഥന, അഭ്യർത്ഥന. പ്രത്യേകം, പ്രതി പ്ലസ് ഏകം പിരിച്ചെഴുതുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം, പ്രതി പ്ലസ് ഏകം. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക കേട്ടോ. താഴത്തെ നാലെണ്ണം തന്നിട്ടുണ്ട്. അതില് 4എണ്ണവും കറക്റ്റ് ആയിട്ട് അക്ഷര മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത പദം ഏതാണ്? സി ആണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, അനുഗ്രഹീതൻ എന്നാണ് വരിക കേട്ടോ. ഗ്രഹീതൻ, ഈ ഗ്ര എന്ന് വരില്ല കേട്ടോ. ഇത് തെറ്റാണ് കേട്ടോ. ഇവിടെ ശരിയാണ്, അനുഗ്രഹീതൻ. പിന്നെ ഗീത ഗോവിന്ദം എന്ന് മതി. ഗീത എന്ന് മറ്റു നീട്ടൊന്നും വേണ്ട, ഗീത ഗോവിന്ദം. പിന്നെ യാദൃച്ഛികം, നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് അല്ലെ, അച്ഛനെ യാദൃച്ഛികമായി, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് പറയില്ലേ? അപ്പൊ അച്ഛനിലെ ചായ ഇങ്ങനെയല്ലേ, അപ്പൊ യാദൃച്ഛികത്തിലെ ചായയും അങ്ങനെ തന്നെയാണ്. ആദ്യക്ഷ്യം കേട്ടോ, ആദ്യക്ഷ്യം. ഇതാണ് ശരിയായിട്ടുള്ളത്. അനുഗ്രഹീതൻ, ഗീത ഗോവിന്ദം, യാദൃച്ഛികം, ആദ്യക്ഷ്യം. ഓക്കെ, ഇനി അതിഥി എങ്ങനെ എഴുതുക? എപ്പോഴും അതിഥി എക്സാമിൽ നമ്മൾ എന്താണ്, അവര് തരുന്നതൊന്ന്, ആൻസർ കീ ഒന്ന്, അങ്ങനെയായിരിക്കും അല്ലേ? അപ്പൊ ഫസ്റ്റ് അതിഥി എന്ന് പറയുമ്പോൾ നമ്മൾ താത്ത ധന്തെന്ന എഴുതില്ലേ? എങ്ങനെയല്ലേ എഴുതുക? താത്ത ധന്തെന്ന ഇങ്ങനെയല്ലേ എഴുതുക? ആണോ? അപ്പൊ ഫസ്റ്റ് ഏതാണ് അക്ഷരം വരുന്നത്? ഈ താ തന്നെയല്ലേ? അപ്പൊ ഈ താ തന്നെ ആദ്യം എഴുതുക. അടുത്തത് ഈ തായല്ലേ വരുന്നത്, എന്നിട്ട് രണ്ടാമത് ഇത് തന്നെ കൊടുക്കട്ടെ. ഈ ഓർഡർ തന്നെ അതിഥിക്കും എന്ന് ചിന്തിക്കുക. ഇനി അനഘൻ എങ്ങനെ എഴുതും? അനഘൻ, അനഘൻ. ഓക്കെ, അനഘൻ, അതിഥി അനഘൻ. പിന്നെ അനുവാദം, അനുവാദം എങ്ങനെയാണ്? അനുവാദം, അനുവാദം, ഈ ധായാണ് കേട്ടോ, അനുവാദം. ഓക്കെ, അധിപതി, അധിപതി, ഈ ധായാണ് കേട്ടോ, അധിപതി, അധിപതി. അധിരഥൻ, അധിരഥൻ. രഥം, 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 രഥ കണ്ടോ, അധിരഥൻ. ഓക്കെ, അധിരഥൻ. അത്യാവശ്യം അല്ലെ? അത്യാവശ്യം, അത്യാവശ്യം. ഓക്കെ, അത്യാവശ്യം പഠിച്ചല്ലോ. അതിവൃഷ്ടി എങ്ങനെ എഴുതും? അതിവൃഷ്ടി, അതിവൃഷ്ടി. ഓക്കെ, അതിവൃഷ്ടി. ഓക്കെ, അധിഷ്ഠിതം, അധിഷ്ഠിതം, അല്ലെ? അധിഷ്ഠിതം ഏത് ടായാണ് വരിക? അധിഷ്ഠിതം, അധിഷ്ഠിതം. ഓക്കെ, അത്യുജ്വലം, അത്യുജ്വലം,
അത്യുജ്വലം. ഓക്കെ, അതിർത്തി, അതിർത്തി, അതിർത്തി. അതുപോലെ അത്രൈവ, അത്രൈവ എങ്ങനെ എഴുതും? ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വെക്കുക. അടുത്തത് വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആഗമനത്തിന്റെ വിപരീത പദം നിർഗമനം കേട്ടോ. ആഗമനം, നിർഗമനം. അണിമ, അണിമയുടെ വിപരീത പദം എന്താണ്? അണിമ. ഒന്ന് ചെയ്ത് നോക്കിയേ. അണിമ കിട്ടുന്നുണ്ടോ എന്ന് നോക്ക് കേട്ടോ. അചഞ്ചലം, അചഞ്ചലം. സഹജം, സഹജം. പിന്നെ ധനം, ഐഹികം, ഐഹികം. കുബിത. ഇതൊക്കെ ഒന്ന് എന്താണ് വിപരീത പദങ്ങൾ? കുറച്ച് കുറച്ച് വിപരീത പദങ്ങൾ നമ്മൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് നമ്മൾ പഠിച്ചിട്ട് പോയാൽ ക്വസ്റ്റ്യൻ പേപ്പറും എക്സാം ആകുമ്പോഴേക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കഴിയും. അതാത് ടോപ്പിക്കുകളിൽ നിന്ന്. ഇന്നിപ്പോൾ ഓരോ ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് 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 പഠിച്ചിട്ട് വന്നു അല്ലേ? അപ്പൊ അതേപോലെ ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണില്ലേ? അപ്പൊ എല്ലാവരും ഇതായിരിക്കില്ല അടുത്ത ക്ലാസ്സിൽ പറയുന്നത്, വേറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താണ്? ടോപ്പിക്കും കംപ്ലീറ്റ് ആകും, ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആകും. അണിമ എന്താണ് വിപരീത പദം? അണിമ ഗരിമയാണ്. അണിമ ഗരിമ. അചഞ്ചലം, ചഞ്ചലം, ചഞ്ചലം, അചഞ്ചലം. സഹജം ആർജിതമാണ് കേട്ടോ. ആർജിതം, സഹജം ആർജിതം, സഹജം ആർജിതം. ധനം, ധനത്തിന്റെ വിപരീത പദം എന്താണ്? ഋണമാണ് കേട്ടോ. ധനം എന്താണ്? ഋണമാണ്. ഐഹികം, ഐഹികം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരത്രികം, ഐഹികം പാരത്രികം. കുബിത, മുദിത, കുബിത, മുദിത. അണിമ ഗരിമ, അചഞ്ചലം ചഞ്ചലം, സഹജം ആർജിതം, ധനം ഋണം, ഐഹികം പാരത്രികം, കുബിത, മുദിത. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഇത് താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞു തന്നതാണ്. പ്രഭു എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. താഴെ കമന്റ് ചെയ്യുക സ്ത്രീലിംഗ രൂപം കേട്ടോ. പുല്ലിംഗവും സ്ത്രീലിംഗവും. പുല്ലിംഗം, സ്ത്രീലിംഗം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് പുല്ലിംഗം തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ആങ്ങള, ആങ്ങള എന്തായിരിക്കും സ്ത്രീലിംഗം? ജാമാതാവ്, ജാമാതാവ്. പൗരൻ സ്ത്രീലിംഗം ചെയ്ത് വെക്കുക. സിംഹം. ഭ്രാതാവ്, യോഗി. എന്തായിരിക്കും ഇതിന്റെ ഒക്കെ സ്ത്രീലിംഗ രൂപം? ആങ്ങള എന്തായിരിക്കും? അപ്പൊ പെങ്ങള അല്ലെ? ആങ്ങള, പെങ്ങള അല്ലെങ്കിൽ പെങ്ങൾ. ജാമാതാവ് എന്ത് വരും? ജാമാതാവ് സ്നുഷയാണ് കേട്ടോ. ജാമാതാവ് മരുമകൻ അല്ലെ? സ്നുഷ മരുമകൾ. ഓക്കെ, പൗരൻ, പൗരിയാണ്. പൗരൻ, പൗരി അല്ലെങ്കിൽ എന്ത് പറയാം? പുരന്ത്ര എന്നും പറയാം കേട്ടോ. പൗരി അല്ലെങ്കിൽ പുരന്ത്ര. സിംഹത്തിന് എന്ത് പറയും? സിംഹി കേട്ടോ. സിംഹം, സിംഹി അല്ലെങ്കിൽ അല്ലെങ്കിൽ സിംഹിണി, സിംഹി, സിംഹിണി. ഭ്രാതാവ്, ഭ്രാതാവ്, ഭ്രാതാവ്. സുസാവ്, സുസാവ്. ഓക്കെ, സുസാവ് അല്ലെങ്കിൽ ഭഗിനി എന്ന് പറയാം. ഭ്രാതാവ്, ഭഗിനി. ഭ്രാതാവ്, ഭഗിനി അല്ലെങ്കിൽ സുസാവ്. യോഗി എന്താണ്? യോഗി യോഗിനിയാണ് കേട്ടോ. യോഗി യോഗിനിയാണ്. അപ്പൊ ആങ്ങള, പെങ്ങള അല്ലെങ്കിൽ പെങ്ങൾ. ജാമാതാവ് സ്നുഷയാണ്. ജാമാതാവ് പറഞ്ഞ മരുമകനാണ്. സ്നുഷ മരുമകളാണ്. പൗരൻ, പൗരി, പൗരി അല്ലെങ്കിൽ പുരന്ത്ര. സിംഹം, സിംഹി, സിംഹിണി. ഭ്രാതാവ്, ഭ്രാതാവ് സുസാവ് അല്ലെങ്കിൽ എന്താണ്? ഭഗിനി. യോഗി എന്താ? യോഗിനി. ഓക്കെ ആണോ? അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഇഷ്ടംപോലെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സുകൾ നമ്മൾ പഠിച്ചു അല്ലെ? ഇംഗ്ലീഷ് നമ്മൾ ഇന്നലെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് ഉദാഹരണങ്ങൾ വേറെ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ക്ലാസ് വന്നു അല്ലെ? അപ്പൊ ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും എന്താണ് അവിടെ ആയിരിക്കണം കേട്ടോ. എങ്ങനെ ചോദിച്ചാലും ആൻസർ നമുക്ക് അതിൽ മിസ്റ്റേക്ക് വരാനേ പോലെ. കാരണം നമ്മുടെ ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്ലാസ്സിലൂടെ ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് താഴെ കമന്റുകളൊക്കെ കണ്ടിരുന്നു. എല്ലാവർക്കും 20ൽ 18, 19 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞ നല്ല അഭിപ്രായങ്ങളാണ്. അവർ നന്നായിട്ട് അത് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ആ മാർക്ക് കിട്ടാനായിട്ട് കാരണം. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിൽ ഒരിക്കലും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് എന്താകാൻ പാടില്ല? ബാലികേറ മലയായിട്ട് മാറാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാം എന്നെ കൊണ്ട് ആകെ
ആകുന്നത്രയും ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് എടുത്തു തരും. പിന്നെ ഇപ്പോൾ GK SCRT അല്ലേ, നമുക്കറിയാം ഒരു PSCയിലെ എന്താണ് PSCയുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, SCRT ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫെയർ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ SCRT പക്ക നിങ്ങളുടെ മുന്നിലെത്തിക്കും, ഇംഗ്ലീഷും മലയാളവും പക്ക നിങ്ങളുടെ മുന്നിലെത്തിക്കും കേട്ടോ. ആ ഭാഗനെ നിങ്ങൾക്ക് പേടിയേ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.